വിഷ്ണു ജീവിച്ചിരിപ്പുണ്ട് എന്നതിന് നമ്മുടെ കയ്യിൽ എന്താ തെളിവ്? ഒന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ ഒരു ശാപത്തിൽ നിന്നും ആ കുഞ്ഞുങ്ങളെങ്കിലും രക്ഷിക്കാനായി അവരെ കൊണ്ട് തന്നെ അരിയും പൂവും നനച്ചിടിക്കണം മോളെ. അമ്മ വീണ്ടും വീണ്ടും എനിക്കൊന്നും കേക്കണ്ട മോളെ. ശാലി, നമ്മൾ ഇങ്ങനെ ചെയ്തു എന്ന് വെച്ച് ജീവിച്ചിരിക്കുന്നവർ തിരിച്ചു വരാതെ ഒന്നും ഇരിക്കില്ല. വിഷ്ണു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തിരിച്ചു വരിക തന്നെ ചെയ്യും. പക്ഷെ മറിച്ചാണെങ്കിൽ ഈ ഒരു കർമ്മം ചെയ്യാത്തതിന്റെ സങ്കടം അത് നമ്മള് മരിക്കുന്നവരെ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും മോള്. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ കുഞ്ഞിനെ നിന്നോട് ചോദിച്ചാലോ, അച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾ പോലും അമ്മ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചില്ലല്ലോ എന്ന്. അതൊരു തീരാ ശാപമായി എന്നും നിന്നെ പിന്തുടരും മോളെ. മോളെ, നമുക്ക് ആ സ്വാമി പെരുമാളിനെ ഒന്നുകൂടെ ഒന്ന് കാണാം. ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. അദ്ദേഹം പറയുന്ന പോലെ നമുക്ക് ചെയ്യാം. എന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി മോളിത് സമ്മതിക്കണം. പറ്റില്ലെന്ന്. വിഷ്ണുട്ടനില്ലാതെ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അമ്മ എന്നെ നിർബന്ധിക്കരുത്. വിഷ്ണുട്ട, അമ്മ എന്തൊക്കെയാ പറയുന്നത്? ഇതൊന്നും എന്റെ സമ്മതത്തോടെ ചെയ്യുന്ന കാര്യങ്ങളല്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കും എന്റെ വിഷ്ണുട്ടൻ തിരിച്ചു വരുമെന്ന്. വിഷ്ണുട്ട, എന്റെ വിശ്വാസം തെറ്റിക്കരുത്.